വിശാലിനിയുടെ പുതിയ എപ്പിസോഡ് സുസ്മിത വിഷം കഴിച്ച് അറിഞ്ഞ് വിഷ്ണുവിനോട് ദേഷ്യപ്പെടുകയാണ് സത്യഭാമ. ഇനി അവിടെ ഹോസ്പിറ്റലിൽ എന്ത് സംഭവിച്ചാലും അതിന് നീ സാക്ഷിയാവണം എന്നും പറഞ്ഞ് വിഷ്ണുവിനെയും കൂട്ടി ഹോസ്പിറ്റലിലേക്ക് പോകുന്നു സത്യഭാമ. തുടർന്ന് വിഷ്ണുവും സത്യഭാമയും പോയതിനു പിന്നാലെ ശാലിനിയും ഹോസ്പിറ്റലിലേക്ക് പുറപ്പെടുന്നു. പക്ഷെ അന്നേരം രാഘവൻ നായർ പറയുന്നുണ്ട്, ആത്മഹത്യക്ക് ശ്രമിച്ച ഒരു പെൺകുട്ടിയുടെ അച്ഛൻ്റെയും അമ്മയുടെയും മാനസികാവസ്ഥ നീ മനസ്സിലാക്കണമെന്നും അവർ എന്ത് പറഞ്ഞാലും കേട്ടുകൊണ്ട് നിൽക്കണമെന്നുമൊക്കെ. അതൊക്കെ സമ്മതിച്ച് ഹോസ്പിറ്റലിലേക്ക് പുറപ്പെടുകയാണ് ശാലിനി. വിഷ്ണുവിനും സത്യഭാമയ്ക്കും തൊട്ടു പിന്നാലെ ഹോസ്പിറ്റലിൽ എത്തുകയാണ് ശാലിനി. ശാലിനിയെ കണ്ട മാത്രയിൽ തന്നെ ദേഷ്യപ്പെടുകയാണ് സരള. നീ എന്ത് ധൈര്യത്തിലാണ് ഇങ്ങോട്ട് കയറി വന്നതെന്ന് സരള ചോദിക്കുമ്പോൾ ആൻറ്റി ഞാൻ എന്ന് പറയാൻ തുടങ്ങുകയാണ് ശാലിനി. അന്നേരം വീണ്ടും സരള ശാലിനിയെ വഴക്ക് പറയുകയാണ്, നീ കാരണമാണ് എൻ്റെ മകൾക്ക് ഇതൊക്കെ സംഭവിച്ചത് എന്നൊക്കെ. അന്നേരം വിഷ്ണു ശാലിനിയോട് പറയുകയാണ്, ശാലിനി നീ വീട്ടിൽ പോയെന്ന്. അന്നേരം ശാലിനി അത് സമ്മതിക്കുന്നില്ല. ശാലിനി പറയുകയാണ്, പറ്റില്ല, എനിക്ക് സുസ്മിതയോട് സംസാരിച്ചേ പറ്റൂ. ഇത് കേട്ട് ദേഷ്യപ്പെട്ട് സരള പറഞ്ഞാൽ നിനക്ക് മനസ്സിലാകില്ലേ എന്നും പറഞ്ഞ് ശാലിനിയെ അടിക്കാനായി ഓങ്ങുകയാണ്. പക്ഷെ അടി കൊള്ളുന്നത് വിഷ്ണുവിനാണ്. സത്യഭാമ നോക്കി നിൽക്കെയാണ് വിഷ്ണുവിന് സരളയിൽ നിന്നും അടി കിട്ടുന്നത്. അടി കൊണ്ട വിഷ്ണു ഒരു നിമിഷം സരളയെ തന്നെ നോക്കി നിൽക്കുകയാണ്. ആകെ അമ്പരന്ന് നിൽക്കുകയാണ് ശാലിനിയും. ഇത്രയുമാണ് പുതിയ പ്രൊമോ വിശേഷങ്ങൾ. ഓക്കെ, താങ്ക് യു.